നാളെ ഖബറിലെത്തുമ്പോ ആ ഖബറിന്റെ അകത്ത് മൻഹാദർ റജുൽ ഇതാരെന്ന് ചോദിക്കുമ്പോ ഇത് എന്റെ നബിയാണെന്ന് പറയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അർഹതയില്ല നബിയേ. അല്ലാഹു അങ്ങയെ വേദനിപ്പിച്ചിട്ടില്ലല്ലോ നബിയേ. ഞങ്ങൾ എത്ര തെറ്റു ചെയ്ത് അങ്ങയെ വേദനിപ്പിച്ചു നബിയേ. സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പാദങ്ങൾ തടഞ്ഞു പാപങ്ങൾ നടന്നു കാദങ്ങൾ നടന്നു കാദങ്ങൾ തടഞ്ഞു പാപങ്ങൾ പിടഞ്ഞു ഹൃദയങ്ങൾ വിളിക്കുമോ നബി തങ്ങൾ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. മണ്ണിലേക്ക് വരണം നബിയേ. അങ്ങയുടെ പരിശുദ്ധ പാദം പതിഞ്ഞ മണ്ണിൽ ഒരു മണൽത്തരിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് നടന്നു പോകുമ്പോ അങ്ങയെ വാരിപ്പുണർന്ന മരങ്ങളുടെ ശിഖിരങ്ങളിലെ ചില്ലകളിലെ ഒരു ഇലയായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബി അങ്ങയുടെ മുന്നിലേക്ക് ഒരു പക്ഷി കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോ നബിയെ അങ്ങ് പറഞ്ഞില്ലേ സ്വഹാബ, ആ കുഞ്ഞിനൊരു അമ്മയുണ്ടല്ലോ സ്വഹാബ, ആ അമ്മ കുഞ്ഞിനെ തെരയുന്നുണ്ടാകും. ആ പക്ഷി കുഞ്ഞായിരുന്നെങ്കിൽ അങ്ങയെ ഒരു നോക്കെങ്കിലും കാണാമായിരുന്നല്ലോ നബിയെ. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് നബിയെ അങ്ങയുടെ മദീനയിൽ വരിക. സുറുല്ലരീഹൽ മുസ്തഫ വസിദ ഖാമതം ബിഹി സുർത ഹമീം സാവിയൻ അൻ ഖൽബിക സിൽസാല لا إله إلا الله لا إله إلا الله إلا الله محمد رسول الله. മനസ്സിലാമുത്ത് നബിയുടെ മദീന വരട്ടെ. ഇന്ന ബൈതൻ അന്ത സാകിനു ലൈസ മുഹ്താജൻ നബിയുടെ മദീന മനസ്സിലേക്ക് വരട്ടെ. ലോകത്തിന്റെ വസന്ത ഭൂമികയായ മദീന പൂക്കളെ, നിങ്ങൾക്ക് വാടാതെ വിടർന്നിരിക്കാനാണ് കൊതിയെങ്കിൽ, പൂക്കളെ നിങ്ങൾക്ക് വാടാതെ വിടർന്നിരിക്കാനാണ് കൊതിയെങ്കിൽ, നിത്യവസന്തത്തിന്റെ പുണ്യഭൂമികയായ മുഹമ്മദ് മുസ്തഫാന്റെ മണ്ണിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മണ്ണിലൊന്ന് വിരിഞ്ഞുകൂടായിരുന്നോ? പനാഗ് ദാമനെ ദസ്തേ ഹറം में जीने आया न सब्र दिल को रमीदा होनादा. എന്തൊരു സന്തോഷമാണ് ആ മണ്ണിൽ ചെന്നാൽ. കാരണം ആ മണ്ണിൽ ഉറങ്ങുന്നത് ലോകത്തിന്റെ
നബിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സുമായി മദീനയിലെത്തണം. എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മണ്ണിലാണ്. ഖൽബ് പിടയണം, ഹൃദയം തപിക്കണം, കണ്ണ് നിറയണം, കാലുകൾ വിറക്കണം. ആരുടെ മണ്ണിലാ ചെന്ന് നിൽക്കുന്നത്? ഏത് മണ്ണിലാണ് കാല് പതിഞ്ഞത്? ആരെയാണ് നോക്കുന്നത്? എന്താണ് കേൾക്കുന്നത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കേൾക്കാനാണ് അല്ലാഹു കാത് തന്നത്. മുത്തുനബിയെ കാണാനാണ് അല്ലാഹു കണ്ണ് തന്നത്. മുത്തുനബിയെ അറിയാനാണ് അല്ലാഹു മനസ്സു തന്നത്. മുത്തുനബിയെ സ്നേഹിക്കാനാണ് അല്ലാഹു ഹൃദയം തന്നത്. ഈ ഹൃദയത്തിൽ മലിനമായ, ഈ ഹൃദയത്തിൽ നിറയെ മാലിന്യമാണ് നബിയെ. എന്നാലും അങ്ങ് റഹ്മത്തുൽ ലിൽ ആലമീനാണല്ലോ നബിയെ. തെറ്റുകൾ ചെയ്ത് പാപങ്ങൾ ചെയ്ത് അല്ലാഹുവേ കണ്ണുപോലും നിറയുന്നില്ല നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബുനാ മാഹി ലയംനഉനാ ളുറൂമിൻ ദംഇ വൽ അദദി. പാപത്താൽ കണ്ണുനീര് പോലും തടയപ്പെട്ട ഹതഭാഗ്യനാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എവിടേക്കാ ഞങ്ങൾ വരിക? റഹ്മത്തുൽ ലിൽ ആലമീനാണല്ലോ നബിയെ. ഞങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്തവരാണെങ്കിലും ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഒരേ ഒരു പ്രതീക്ഷ അങ്ങ് മാത്രമാണ്. മുഹമ്മദ് മുസ്തഫ ഹുവൽ ഹബീബുല്ലദി തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹിമി മൗലായ സല്ലി ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ശുദ്ധമായ ഖുർആൻ അങ്ങയുടെ അടുത്ത് വന്ന് ഞങ്ങളുടെ സങ്കടം പറഞ്ഞാൽ അതങ്ങ് അല്ലാഹുവിനോട് പറയുമെന്ന്, അല്ലാഹു അതിനെ സ്വീകരിക്കുമെന്ന് ഖുർആൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് നബിയെ. മഹാനായ ഉത്ബ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഞാൻ ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറു ശരീഫിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു അഅറാബി വന്നു. ആ അഅറാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറു ശരീഫിന്റെ അടുത്ത് വന്നിട്ട് സമയത്തുല്ലാഹ യഖൂൽ, അല്ലാഹു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊ فاستغفر لهم الرسول واستغفر لهم الرسول لوجدوا الله توابا رحيما. അവർ തെറ്റു ചെയ്തിട്ട് നബിയെ അങ്ങയുടെ സന്നിധിയിൽ വരും. അവർ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കും. അവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂലേ അങ്ങ് പൊറുക്കലിനെ ചോദിക്കുമ്പോ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, അല്ലാഹു പൊറുത്തു കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആനാണ്. ഇത് പറഞ്ഞിട്ട് ഈ അറാബിയായ മനുഷ്യൻ ജിത്തു നബിയേ യാ റസൂലല്ലാഹ് മുസ്തഗ്ഫിറൻ ലിദംബി
മുസ്തശ്ഫിഅൻ ബിക ഇലാ റബ്ബി. പാപിയാണ് നബിയെ, പൊറുക്കലിനെ തേടി വന്നതാണ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് മുത്തുനബിയെ പ്രകീർത്തിച്ചു മദ്ഹ് പാടിയിട്ട് തിരിച്ചു പോവുകയാണ്. മഹാനായ ഉത്ബ റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ കണ്ണുകളിൽ ഉറക്കം വന്നെന്നെ കീഴടക്കി. ഞാൻ അങ്ങനെ ഉറങ്ങുമ്പോ റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മിന്നൗം, ഉറക്കത്തിൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു. എന്നോട് പറഞ്ഞു, ഉത്ബ, ആ വന്നാളോട് സന്തോഷം പറയണേ, അല്ലാഹു അയാൾക്ക് പുറത്തു കൊടുത്തിട്ടുണ്ടെന്ന്. ഞാൻ അയാളെ തേടി ചെല്ലുമ്പോ അയാൾ എവിടേക്കോ ദൂരേക്ക് മറഞ്ഞു പോയിരുന്നു. ആ പ്രതീക്ഷയോടെയാണ് നബിയെ അങ്ങയുടെ മണ്ണിൽ വന്നു നിൽക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് പാദവുമായിട്ടാണ്, ഏത് കാലുമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്? തെറ്റുകളിലേക്ക് നടന്ന, പാപങ്ങൾക്ക് സാക്ഷിയായ, ഹറാമുകൾക്ക് സാക്ഷിയായ കാലുമായിട്ട് നിൽക്കുന്നത് ഏത് പാദത്തിന്റെ ചുവട്ടിലാണ്? ലലംതു സുന്നതമൻ അഹിയൽ ലലാമ ഇലാ അനിഷ്തകത് ഖദമാഹു ളുർമിൻ വറമി മൗലായ ലില്ലാഹി മൻ അബനാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. പാതിരാവിന്റെ യാമങ്ങളിൽ നിന്ന് നിസ്കരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലിൽ നീരുവന്നു വേദനിച്ച് പ്രയാസപ്പെട്ട് നോവുമായി കാല് വന്ന് മുത്തുനബി തങ്ങളോട് പറഞ്ഞു, നബിയെ, വേദനിക്കുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തുനബിയുടെ സന്നിധിയിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്നാലും പ്രതീക്ഷയുണ്ട് നബിയെ. റദ്ദകബ്തു അലൽ ഖാതാ ഹസ്ബി വഅദാൻ ലക അശ്കു ഫിയാ ഖൈറൻ നബി. ജനകതംബിക മാരിലുപരി നന്മ പൂക്കും സൂനമാ. ജഗമിലില്ലത് പോലൊരാളും നന്മ പൂക്കും സൂനമാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. പാപത്തിന്റെ ഭാണ്ഡവും പേറി മദീനയിലാണ് നമ്മളുള്ളത്. ഒന്ന് സലാം പറയണം മനസ്സ് തുറന്ന്, ഒന്ന് സലാം പറയണം. നമ്മളെ കേൾക്കുന്ന നബിയാണ്, നമുക്ക് വേണ്ടി അല്ലാഹുവിനോട് പറയുന്ന നബിയാണ്, നമുക്ക് വേണ്ടി റബ്ബിനോട് ശഫാഅത്ത് ചെയ്യുന്ന നബിയാണ്. സ്വലാത്തു മനസ്സ് തുറന്ന് മനസ്സ് പൊട്ടി കണ്ണു നിറഞ്ഞ് വിറക്കുന്ന ചുണ്ടുകളോടെ ചെയ്തുപോയ തെറ്റുകളെ ഓർത്ത്, ചെയ്തുപോയ പാപങ്ങളെ ഓർത്ത് എല്ലാം കഴുകിക്കളയാനുള്ള കോടാനുകോടി ആശിമയുടെ കണ്ണുനീര് വീണാതെ മണ്ണിൽ നമ്മുടെ കണ്ണുനീര് വീഴണം. സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്.